എമ്പുരാന്റെ റീ എഡിറ്റർ വേർഷൻ തിയേറ്ററുകളിൽ എത്തുമ്പോൾ വാർത്തകളിൽ നിറയുകയാണ് ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും എല്ലാം. എഡിറ്റിംഗ് ടേബിളിലെ കത്രിക കൊണ്ട് വേണമെങ്കിൽ അനിഷ്ടമുള്ള സംഭവങ്ങൾ വെട്ടിമാറ്റാം. എന്നാൽ ചരിത്രത്തിൽ നിന്നും ചോര കൊണ്ട് കളങ്കിതമായ ഗുജറാത്ത് കലാപവും പിന്നാമ്പുറ സംഭവങ്ങളും വെട്ടിമാറ്റുവാൻ സംഘപരിവാറും BJP-യും എത്ര ആഞ്ഞു ശ്രമിച്ചാലും നടക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1000-ലധികം പേർ ഒഫീഷ്യൽ റെക്കോർഡിലും 2000-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നും അനൌദ്യോഗിക റിപ്പോർട്ടുമുള്ള ഗുജറാത്ത് കലാപത്തെ സ്വാഭാവികമാക്കി കാണിച്ചുകൊണ്ട് സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇരിക്കുന്നവർ ഗോത്രയിലെ 59 പേരുടെ മരണത്തെ കാണാത്തത് എന്തെന്ന ചോദ്യമാണ് ഗുജറാത്ത് കലാപത്തെ അപലപിക്കുന്നവരോട് ചോദിക്കുന്നത്. ഗോത്രയിലെ 59 പേർ വെന്തുമരിച്ച സംഭവം ആരും ഗുജറാത്ത് കലാപം പോലെ വാഴ്ത്തുപാടലുകൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. അത് മുതലെടുത്തത് ഒരു രാഷ്ട്രീയ കക്ഷിയാണെന്നതും അതൊരു കലാപത്തിലേക്ക് കോപ്പുകൂട്ടാൻ ഉപയോഗിച്ച തീക്കൊള്ളിയാണെന്നതും കൊണ്ട് കൂടിയാണ്. ഒരു സർക്കാർ സ്പോൺസേഡ് കലാപം എന്ന അപഖ്യാതി ഗുജറാത്ത് കലാപത്തിന് വെറുതെ ചാർത്തി കൊടുക്കപ്പെട്ടതല്ല. ലോകം ഒന്നടങ്കം ആ സംഭവങ്ങൾക്ക് പിന്നാലെ പ്രതികരിച്ചതിന്റെ ആകെ തുക കൂടിയായിരുന്നു അത്. കലാപം ആസൂത്രണം ചെയ്തതിൽ നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്ക നരേന്ദ്രമോദിക്ക് വിസ നിഷേധിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. 2002-ലെ ഗുജറാത്ത് കലാപം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ബ്രിട്ടീഷ് സർക്കാരും മോദിക്കെതിരെ നയതന്ത്ര ബഹിഷ്കരണം നടത്തിയതും രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നു. 2012 ഒക്ടോബറിൽ, അതായത് മോദി പ്രധാനമന്ത്രി ആകുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ ബഹിഷ്കരണം അവസാനിച്ചതെന്നും വസ്തുതയാണ്. ഇനി വീണ്ടും സംഘപരിവാരം പറയുന്നത് പോലെ ആദ്യം ഗോത്ര സംഭവത്തെ കുറിച്ച് ചർച്ച ചെയ്താലും ഗുജറാത്തിന്റെ ചരിത്രത്തിലെ BJP സർക്കാരിന്റെ കാലത്തെ ചോരക്കറ മാറുകയില്ല. കേന്ദ്രവും ഗുജറാത്തും BJP ഭരിക്കുന്ന കാലത്ത് തന്നെയാണ് ഗോത്രയും പിന്നാലെ ഗുജറാത്ത് കത്തുന്ന കലാപവും ഉണ്ടായത്. 2002 ഫെബ്രുവരി 27-നാണ് ഗുജറാത്തിലെ ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിന്റെ S6 കോച്ചിന് തീപിടിച്ച് 59 പേർ കൊല്ലപ്പെടുകയും ചെയ്തത്. അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിന്ന് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പൂർണ്ണാഹൂതി മായായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയായിരുന്ന കർസേവകരായിരുന്നു സബർമതി എക്സ്പ്രസിലുണ്ടായിരുന്നത്. ഇത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഗോദ്രയിൽ നടന്നു എന്നതാണ് കലാപത്തിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം. സാധാരണ സമയത്തിലും മണിക്കൂറുകൾ വൈകിയെത്തിയ സബർമതി എക്സ്പ്രസ് 7:20-നും 7:25-നും ഇടയിൽ ഗോദ്രയ്ക്ക് സമീപം സിഗ്നൽ ഫാലിയിലാണ് കത്തിയമർന്നത്. കൂട്ടമായി എത്തിയ മുസ്ലിം ആക്രമി സംഘമാണ് ട്രെയിനിലേക്ക് മണ്ണെണ്ണയും പെട്രോൾ ബോംബും തീപ്പന്തവും എറിഞ്ഞതെന്നും ട്രെയിൻ ആകസ്മികമായി അകത്തെ ഭക്ഷണം പാകം ചെയ്യാൻ കർസേവർ കൊണ്ടുപോയ സ്റ്റവിൽ നിന്നും തീപിടിച്ച് കത്തിയതാണെന്നും അടക്കമുള്ള വാദങ്ങൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട 2 റിപ്പോർട്ടുകളാണ് 2 കമ്മീഷനേതായി ഉണ്ടായത്. ഗുജറാത്ത് പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ ഗോത്ര ട്രെയിൻ ആക്രമണം ആകസ്മികമായി സംഭവിച്ച ഒന്നല്ല എന്നും മറിച്ച് ഗൂഢാലോചനയുടെ അനന്തരഫലമാണെന്നുമുള്ള നിഗമനത്തിലെത്തി. മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഗൂഢാലോചന സിദ്ധാന്തം പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇത്. 2004-ലും 2008-ലുമാണ് ഈ സംഭവത്തെക്കുറിച്ച് 2 ജസ്റ്റിസ് കമ്മീഷൻ റിപ്പോർട്ടുകൾ വരുന്നത്. 2004-ൽ ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് ജസ്റ്റിസ് UC ബാനർജിയെ ഗോത്ര സംഭവം അന്വേഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. തീപിടിച്ചത് ട്രെയിനിനുള്ളിൽ നിന്നുമാണെന്നും ആകസ്മികമാണെന്നും ജസ്റ്റിസ് UC ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞു. പിന്നീട് 2008-ൽ ഗുജറാത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അനുമതിയോടെ നിയോഗിച്ച ജസ്റ്റിസ് നാനാവതി, ജസ്റ്റിസ് ഷാ എന്നിവരടങ്ങിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഗോദ്രയിൽ നടന്നത് ട്രെയിൻ കത്തിച്ചത് ആസൂത്രണമാണെന്നും ട്രെയിനിന് ആൾക്കൂട്ടം തീവെക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ട് പറഞ്ഞു വെച്ചു. കലാപ ആരോപണത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഗോത്ര സംഭവം എങ്ങനെ ഗുജറാത്ത് കലാപത്തിലേക്ക് വഴിവെച്ചു എന്ന ചോദ്യം ഉയരുന്നത്. ഗോത്രയിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വഹിച്ചൊരു റാലിക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിടത്താണ് സർക്കാർ സ്പോൺസേഡ് കലാപം എന്ന പേര് ഗുജറാത്ത് കലാപത്തിന് മേലെ വീഴുന്നത്. കലാപ സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള സംഭവമാണെന്നിരിക്കവെയും മൃതദേഹം ഉറ്റബന്ധുക്കൾക്ക് മാത്രമേ വിട്ടുകൊടുക്കാൻ പാടൂ എന്ന നിയമം ലംഘിച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന് അഹമ്മദാബാദിലേക്ക് റാലി നടത്താൻ മൃതദേഹങ്ങൾ വിട്ടു നൽകി. അവിടെ നിന്നുമാണ് ഗുജറാത്ത് കലാപം വംശഹത്യയായി മാറിയത്.
മോദി സർക്കാർ ഇടപെടലുകളെ കുറിച്ച് മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ ഗുജറാത്ത് കലാപത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. എഴുതിയാലും തീരാത്ത ക്രൂരതകൾ ഗുജറാത്തിൽ ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്നും തൂത്തെറിയാൻ പറ്റാത്ത വിധം ചോര കൊണ്ടെഴുതി തീർത്തവയാണ് അതിൽ പലതും. എമ്പുരാനിൽ കത്രിക വെക്കുമ്പോൾ ചരിത്രത്തിൽ നിന്നും കൂടി ഈ വസ്തുതകൾ എഡിറ്റ് ചെയ്ത് മാറ്റണമെന്നാണ് സംഘപരിവാർ കരുതുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണെന്ന് കാലം തെളിയിക്കും. വാഗൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.